വഖഫ് ബോർഡ് അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ അവരുടെ നിയമങ്ങൾ അവർ അനുവദിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ വിശദീകരണം ചോദിക്കലിന് മറുപടി കൊടുക്കേണ്ട ബാധ്യത വഖഫ് ബോർഡിനുണ്ടോ? തീർച്ചയായും വഖഫ് ബോർഡ് കേന്ദ്ര നിയമത്താൽ തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഷോക്കോസിന് വഖഫ് ബോർഡിന് എന്തായാലും മറുപടി നൽകേണ്ടി വരും. മറുപടി നൽകാതെ തരമില്ല. കാരണം നമുക്കറിയാം, ഈ കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിയുടെ കൂടി അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു ബോർഡാണ് നിലവിലുള്ളത്. അതായത് അത് നിലവിലുള്ള ബോർഡ് അംഗങ്ങളിൽ 2 അമുസ്ലിങ്ങൾ വേണമെന്നുള്ളത് കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിയുടെ കൂടി താല്പര്യമാണ്. ആ 2 അമുസ്ലിങ്ങളെ എന്തായാലും നിലവിലുള്ള വഖഫ് ബോർഡിലില്ല. അത് കോടതിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ ഈ വഖഫ് ബോർഡിന് തന്നെ നിയമിക്കേണ്ട സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് കൂടി പരിഗണന അല്ലെങ്കിൽ അത് പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തം വഖഫ് ബോർഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷോക്കോസ് നോട്ടീസിന് എന്തായാലും വഖഫ് ബോർഡിന് മറുപടി നൽകിയേ പറ്റൂ. ഒരുപക്ഷെ വഖഫ് ബോർഡ് അതിനു മുമ്പ് ഒരു യോഗം ചേർന്ന് ആലോചന നടത്തി നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കാം മുന്നോട്ടേക്ക് പോകുക. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം വഖഫ് ബോർഡ് തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.